എന്താടാ അത് കവറ് കണ്ണൂടെ ഇതെത്ര? പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്. നിനക്കൊക്കെ എന്റെ പ്രശ്നം വല്ലതും അറിയോ? തൂത്തുവരാൻ എളുപ്പല്ലേ? നിനക്കോ ഞാൻ ചെയ്യണം. നീ ഭൂമിക്ക് ചെയ്യണ ദോഷം എന്താണെന്നറിയോ? ഞാൻ ഭൂമി എന്ത് ചെയ്ത്? എടാ ഈ പ്ലാസ്റ്റിക് ഒന്നും നശിക്കൂല. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാലും ഡീകമ്പോസ്റ്റ് ആവാണ്ട് അങ്ങനെ കിടക്കും. മനസ്സിലായ? എടാ നമ്മളും സ്കൂളിലൊക്കെ പഠിച്ചാണ്. അന്ന് നിന്നെ പോലെ ഗോൾഡ് മെഡൽ വാങ്ങിച്ച് കുപ്പിയിട്ടില്ലെന്നേ ഉള്ളൂ. ഭൂമി എന്തിനും കൊള്ളാണ്ടാവും പഠിച്ചോളൂ. അല്ലളിയാ, നീ ഏത് ഭൂമിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൈ കാശില്ലാന്ന് പറഞ്ഞ നീ ഭൂമി വാങ്ങിയോടെ? എടാ ഭൂമി എർത്ത് അവിടെയല്ല നിന്റെ എൻ്റെ വീടുള്ളത്. ആ ഭൂമിയാണ് നീ പ്ലാസ്റ്റിക് കൊണ്ട് നശിപ്പിക്കുന്നത്. എന്റെ അമ്മയെ പ്ലാസ്റ്റിക് നശിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത് ഞാനാണോ? എടാ നിനക്ക് ഈ ഭൂമിയോട് ഉത്തരവാദിത്വമല്ലേ? ഭൂമി മാത്രമല്ല, കാട് കടല് ബാക്കി എല്ലാം പ്ലാസ്റ്റിക് മാലിന്യം വേണ്ടിയിട്ട് ഉപയോഗശൂന്യമായിട്ടുണ്ട്. അവിടെ ഒരു ജീവിക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ടുണ്ട്. എടാ നമ്മുടെ ഈ ഭൂമി മൊത്തം ഒരു ഗാർബേജ് ബാഗ് പോലെ ആയിക്കൊണ്ടിരിക്കുക. എടാ അളിയാ, അതിന് ഈ പ്ലാസ്റ്റിക് മുഴുവൻ ഇന്നലെ രാത്രി ഞാനിവിടെ തനിച്ച് കൊണ്ടിട്ടാണോ? ചേട്ടനും പിന്നെ ഇവിടുത്തെ മറ്റു കൂട്ടുകാരൊക്കെ പലതവണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടപ്പോൾ വന്ന പ്ലാസ്റ്റിക്കാണ്. സ്മരണ വേണം, സ്മരണ. പിന്നെ മീൻ വാങ്ങിക്കാനും പച്ചക്കറി വാങ്ങിക്കാനും ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക് തന്നെയാണ്. അല്ല നാളെ മുതൽ നീ മീൻ വാങ്ങിച്ച് പോക്കലിട്ടുകൊണ്ട് വരുമോ? എനിക്കറിയാം, ഇതൊന്നും പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്താൻ പറ്റില്ല. നമുക്കൊരു അറിവുണ്ടാകുമ്പോൾ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിച്ചൂടെ? ഇതെന്ത് കൂത്ത്? മനസ്സിലായില്ലേ? എടാ നീ ഒരു 10-12 വയസ്സ് വരെ നിക്കറിൽ മുള്ളുവായിരുന്നില്ലേ? അത് പിന്നെ വീട്ടുകാര് നല്ല തല്ല് തരാൻ തുടങ്ങിയതിന് ശേഷമല്ലേ മെല്ലെ മെല്ലെ. അതുപോലെ മെല്ലെ മെല്ലെ എല്ലാം നിർത്താൻ പറ്റും. എടാ ഇതിന് ഈ വീട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് ഞാൻ മാത്രമാണോ? അത് നിർത്തണം, എല്ലാരും കൂടെ വിചാരിക്കണം. ഞാൻ നിർത്തി. ഞാൻ ഇപ്പൊ പ്ലാസ്റ്റിക് ബ്രഷ് പോലും യൂസ് ചെയ്യാറില്ല. ഞാൻ ഓൺലൈനിൽ ബാംബു ബ്രഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്ത് ബ്രഷ്? ബാംബു ബ്രഷ്, മുള ബ്രഷ്. അപ്പം പേസ്റ്റ് മൺചട്ടിയിൽ വരുമായിരിക്കും. എടാ എന്നാ നിനക്ക് ഒരു 2 കിലോ ഉമിക്കരി മേടിച്ചാ പോരായിരുന്നു? ഞാൻ തെരഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. പതിയെ പതിയെ ഞാൻ പ്ലാസ്റ്റിക് ഫ്രീ മനുഷ്യനായി തീരും. അപ്പൊ ഇനി മുതൽ ഈർക്കിളി കൊണ്ടുള്ള കണ്ണാടി, മണ്ണ് കൊണ്ടുള്ള മൊബൈല്, മെതിയടി, മരപുരി, എഴുത്താണി മുതലായവ അല്ലേ? നന്നായിരിക്കും. അല്ലളിയാ, നീ ബാംബു ബ്രഷ് മേടിച്ചപ്പോ അത് പ്ലാസ്റ്റിക് കവറിലല്ലേ പൊതിഞ്ഞു വന്നത്? അപ്പൊ ഒരു മുള ബ്രഷിന് 1 കിലോ പ്ലാസ്റ്റിക് അല്ലേ? വെസ്റ്റ്. ശരിയാണല്ലോ. എടാ നിന്റെ ഈ ഗ്ലൗ പ്ലാസ്റ്റിക് അല്ലടാ, റബ്ബറാണ്. നിന്റെ ഈ കണ്ണട ഫ്രെയിം പ്ലാസ്റ്റിക് അല്ലടാ, ഫൈബറാണ്. നിന്റെ ഈ ചിരി നല്ല ഒടുക്കത്തെ പ്ലാസ്റ്റിക് ആണ്. ഈശ്വര, ഈ പ്ലാസ്റ്റിക് മനുഷ്യന്മാരോടൊക്കെ ചോദിക്കണേ, ബാംബു ബ്രഷ് കൊണ്ട് പല്ലിയാക്കാൻ ഇവനാരും ബാംബു ബോയ്സാ? ചേട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നോട്ടത്തെ പറ്റിയാണ്. നേട്ടത്തെ പറ്റിയല്ല, കോട്ടത്തെ പറ്റിയല്ല. നോട്ടിനെ പറ്റി അല്ല ചേട്ടാ, നോട്ടത്തെ പറ്റി. നോട്ടത്തെ പറ്റിയോ? എന്ത് നോട്ടത്തെ പറ്റി? കൈ നോട്ടത്തെ പറ്റിയോ, മഷി നോട്ടത്തെ പറ്റിയോ? ഒളിഞ്ഞു നോട്ടത്തെ പറ്റിയല്ല, തുറച്ചു നോട്ടത്തെ പറ്റിയല്ല. പിന്നെ 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 വായി നോട്ടത്തെ പറ്റി. അതെ, വായി നോട്ടത്തെ പറ്റി. ചത്ത് ചീഞ്ഞളിഞ്ഞു കിടന്നാലും വെറുതെ കിട്ടുന്ന വായ്നോട്ടം മലയാളികൾ വേണ്ടെന്ന് വെക്കൂ? ചേട്ടാ വേണ്ടെന്ന് വെക്കൂ? എന്നോട് ചോദിക്കുന്നു. അല്ല, ചത്ത് കിടന്നാലെങ്ങനെ വായി നോക്കുന്നേ? വായി നോക്കാൻ വേണ്ടി ചത്ത് കിടക്കാൻ വരെ തയ്യാറാവുന്ന നിന്നോടൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിടികിട്ടി. നേത്രദാനം. അതെ, ചത്ത് കിടന്നാലും വായി നോട്ടം നിർത്താതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യുക. നിങ്ങളുടെ കണ്ണിലൂടെ മറ്റുള്ളവർ ഈ ലോകം കാണട്ടെ. അങ്ങനെ നിങ്ങളുടെ കണ്ണ് വീണ്ടും വീണ്ടും ഈ ലോകം കാണട്ടെ. മണ്ണിൽ മണ്ണായി തീരാനുള്ളതാണോ ഈ കണ്ണായ കണ്ണ്? നിങ്ങളുടെ കണ്ണ് ഉണ്ടക്കണ്ണായാലും പച്ചക്കണ്ണായാലും പൂച്ചക്കണ്ണായാലും കരിങ്കണ്ണായാലും കണ്ണില്ലാത്തവർക്ക് അതൊരു കരളാവും നിങ്ങൾ. ആ കരളിലൂടെ കണ്ണിൽ ഉണ്ണിയാവും നിങ്ങൾ. എടാ സാമ, നീ മര്യാദക്ക് എന്റെ സൺഗ്ലാസ് തിരിച്ചെന്നോ? ഈ ചാത്ത സാധനം വെച്ചിട്ട് 1-2 പേര് ഞാൻ അന്ധനാണെന്ന് വിചാരിച്ചടാ. അതൊക്കെ നീ എവിടെയാന്ന് വെച്ചാൽ ഓർത്തെടുത്ത് എനിക്കതാ. സൂക്ഷിച്ച്. വാക്കിംഗ് സ്റ്റിക്ക് എവിടെ? വാക്കിംഗ് സ്റ്റിക്ക് അറിയില്ല. വരൂ. ചേച്ചി, ഒരു ദിവസം ഇവിടെ എത്ര സ്ട്രോ പോവും? അതിന് ഞാനിവിടെ സ്ട്രോ കച്ചവടമൊന്നും നടത്തണില്ലല്ലോ. അതല്ല, ഇവിടെ ഒരു ദിവസം എത്ര സ്ട്രോ യൂസ് ചെയ്യുന്നു?
ഒരു 10-100 സ്ട്രോ എങ്കിലും പോവും. എന്താടാ വല്ല പുതിയ ബിസിനസ് ഐഡിയ എങ്ങാനാണ്? ഐഡിയ പുതിയതാണ്, പക്ഷെ ബിസിനസ് ഒന്നുമല്ല. ഒരു ദിവസം 100 സ്ട്രോ, അപ്പോൾ ഒരു മാസം 3000, അപ്പോൾ ഒരു വർഷം 36,500. ഒരു സ്ട്രോക്ക് എന്ത് ഭാരം വരും? 2 കിലോ. നീ കാര്യം പറയടക്ക. അല്ല, ഒരു സ്ട്രോക്ക് ശരാശരി 5 ഗ്രാം, അപ്പോൾ 36,500 × 5 182, 1,82,500 ഗ്രാം. മീൻസ് 182.5 കിലോഗ്രാം. ഓ മൈ ഗോഡ്. എന്തെന്ന്? പ്ലാസ്റ്റിക് 182.5 കിലോഗ്രാം പ്ലാസ്റ്റിക്, അതും ഒരു 5 പൈസ ലാഭമില്ല. അപ്പൊ പിന്നെ ഈ ജ്യൂസൊക്കെ ആൾക്കാരെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുവോ? ചേച്ചിക്ക് പ്ലാസ്റ്റിക് സ്ട്രോക്ക് വരെ പേപ്പർ സ്ട്രോ യൂസ് ചെയ്യൂടെ? അടിപൊളി. ഇതപ്പോ നിനക്ക് എപ്പോഴാണ് നേരം വെളുത്തെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ചേച്ചി വേറെ സംഭവം. അയിനോ? അല്ല മോനെ, ഈ ഒരു സ്ട്രോക്ക് എത്രയാ വെയിറ്റ് എന്ന് പറഞ്ഞേ? 5 ഗ്രാം അല്ലേ? അങ്ങനെയല്ലേ? ക്യാമറ കാണുമ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു വിടറി. ശോകമുഖമേനി ചട്ടുകുട്ട് സ്നേഹദൂതമായി വാ. അവി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രൊസീഡ്. മീനാക്ഷി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവളുടെ പ്രോജക്റ്റ് 3 വർഷത്തേക്ക് നീട്ടിയ? ജോബ് ഓഫറാ, മുംബൈ തന്നെയാ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫർ ഇനി കിട്ടില്ല. അവിടെ കിട്ടുന്നതിന് 4 ഇരട്ടി സാലറി ഉണ്ട്, ഗ്രോത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നീ അവിയോട് സംസാരിച്ചാ? സംസാരിച്ചു. അവനത് അപ്പം തന്നെ ഇഗ്നോർ ചെയ്തു. അതാണിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിക്കുന്നത്. അവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, വെറുതെ ടെൻഷനാവും. നീ ഒന്ന് പറയോ? അതിന് എനിക്കാണ് ജോലി കിട്ടിയത്. പ്ലീസ്, നീ വന്ന് പറഞ്ഞിട്ട് പോക്കോ. എനിക്ക് ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് അപ്പം തന്നെ ജോയിൻ ചെയ്യണം. നീ അവനോടൊന്ന് സംസാരിക്കേ. അപ്പൊ നീ ഇങ്ങോട്ട് വരുന്നുമില്ലേ? ഇല്ലടാ, ഇപ്പൊ പറ്റില്ല. നീ എന്തായാലും എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കും. അതും കൂടെ എത്തിക്കാനുള്ള വഴി ഞാൻ നോക്കാം. ഞാൻ അഭിനയം ചേർത്തിട്ടാണോ പാക്ക് ചെയ്യണ്ടേ? മീനു, എന്താ നിന്റെ അവിന്റെ കാര്യത്തിൽ പ്ലാൻ? എന്താണ് പ്ലാൻ? അവൾ എന്താ പറഞ്ഞത്? ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോന്ന്. 8. 8? 8ന്റെ പണി. നീ എന്തി പറയുന്ന അവി?